ബഹുമാനപ്പെട്ട സി അനൂപ് ജേക്കബ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ ഓർത്തു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും തന്നെ മറുപടിയിൽ. പക്ഷേ അദ്ദേഹം കാലുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത്. സർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമമുണ്ടാക്കിയ സംഭവം. സർ, കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു? അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു. അപ്പുറത്ത് CPM എന്താ ചെയ്തത്? അവനോട് പോയി രാജിവെക്കാനാണ് പറഞ്ഞത്. CPM ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റ് ആക്കി. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? നിങ്ങളതാണ് ചെയ്തത്. രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവര് നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന്. വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം. മനസ്സിലായില്ലേ? ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലയ്ക്ക് അവർ വിൽക്കുകയാണ്. സർ, പാർട്ടി ഇടനിലക്കാരാ, ബ്രോക്കർമാര്. എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാം? ഇതിന്റെ 4 ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കുകയാണ്. ഇവരുടെ സ്ഥലം വേറെ ആളെ കൊണ്ട് വിൽപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട്. സാർ, സങ്കടം വന്നിട്ടാണ്, കടബാധ്യത വന്നിട്ടാണ്. ഒരുപാട് പരാതി അയച്ചു. അവർക്കൊരു പരാതിയുണ്ട്. ഇനി അവര് തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയല്ലോ ന്യായീകരിക്കാമോ? എന്താ അവരോട് ചെയ്തത്? ബഹുമാനപ്പെട്ട നിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്സാക്ഷിയാണ്. അവരുടെ വസ്ത്രാക്ഷേപം നടത്തി, അവരുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച്, അവരുടെ സാരി വലിച്ച് കീറി അവരെ കാറിലേക്ക്. നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് വിരോധമില്ല. അല്ല, അതിനേക്ക് ഈ ചെയ്ത കാര്യം സാർ, ഇത് അങ്ങ് സംസാരിച്ചോ സാർ, ഇത് വിഷ്വൽ മീഡിയയിലുള്ള കാര്യമാണ്. ഒരു സ്ത്രീയോട് ചെയ്ത കാര്യമാണ്. അല്ല, നിങ്ങളതിനെ ന്യായീകരിച്ചോ സാർ? എന്നിട്ട് അവരുടെ കാല് ഡോറിൽ കുടുങ്ങി. സാർ, ഇത് ശരിയാണ് സാർ? ഇതാണ് ശരിയാണ്? സംസാരിച്ചോ? അവരുടെ കാല് കുടുങ്ങി. അപ്പൊ കാല് കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എന്റെ മകന്റെ പ്രായത്തേക്കാൾ കുറവുള്ള ഒരു പയ്യൻ പറഞ്ഞു ഞാനത് കാല് വെട്ടിയെടുത്ത് തരാമെന്ന് പറഞ്ഞു. സാർ, ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത്. സാർ, നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? ആണോ? ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണ് നിങ്ങൾ? അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ പറയാണ് നിന്റെ കാല് ഞാൻ വെട്ടിത്തരാന്ന്. ഒരു സ്ത്രീയോടാണ് പറയുന്നത്, അതിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട്. എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത്? എന്തെല്ലാം കാര്യങ്ങളാണ്? നിങ്ങളുടെ നീതിബോധം ഇതാണോ? അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ? നിങ്ങളുടെ പോലീസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. പോലീസ് എല്ലാം സഹായം ചെയ്തു കൊടുത്തു. സാർ, തട്ടിക്കൊണ്ടുപോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു. അപ്പൊ കാർ എടുക്കാൻ പറ്റില്ല. പോലീസ് എന്താ ചെയ്തെന്നറിയോ? ആ ലോറി മാറ്റിക്കൊടുത്തു. ആ ലോറി DYSPയുടെ നേതൃത്വത്തിൽ ആ ലോറി മാറ്റിക്കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അവിടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തോട്ടെ. അങ്ങ് സംസാരിച്ചോ? കൺക്ലൂഡ് ചെയ്യട്ടെ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ്. അങ്ങ് സംസാരിച്ചോ? പ്ലീസ് ഒന്ന് അവിടെ ഇരിക്കുക. പ്ലീസ്
പ്ലീസ് അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്ക്. യെസ്, അവിടെ ഇരിക്ക്. യെസ്, നിങ്ങളിരിക്കും, അവിടെ ഇരിക്ക്. സംസാരിക്കട്ടെ, കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മളേത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. പ്ലീസ് എന്തും ചെയ്യാം. നിങ്ങൾ പ്രകോപിതനാവില്ല. അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്. അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ് അവിടെ ഇരിക്കെ. പ്ലീസ് സംസാരിക്കട്ടെ. നിങ്ങൾ സംസാരിച്ചു പോട്ടെ പ്ലീസ്. അവർ സംസാരിക്കട്ടെ പ്ലീസ്. കൂത്താട്ടുകുളത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അങ്ങ് സംസാരിച്ചോ. അവിടെ സീറ്റിലിരിക്കെ. അവര് വെളിയിലിറങ്ങിയിട്ട് നിങ്ങൾ അവിടെ പോയിരിക്കെ. അവിടെ ഇരിക്കെ പ്ലീസ്. യെസ്, നിങ്ങളൊന്ന് ചെയറിലേക്ക് ചെല്ല്. യെസ്, അങ്ങ് ചെയറിലേക്ക് ചെല്ല്. യെസ്. സർ, ഇത് നമ്മുടെ ഒരു സിവിലൈസ് സൊസൈറ്റിയാണ്, ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം. ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടുനിന്നത്. സാർ, പോലീസ് സേന ഇത്രമാത്രം അധപ്പതിക്കാമോ? സാർ, കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാമോ? അങ്ങല്ലേ പോലീസിന്റെ ഭരണാധികാരി? അങ്ങയുടെ കീഴിലുള്ള പ്ലീസ് അദ്ദേഹം സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ്. യെസ്, അങ്ങ് സംസാരിച്ചോ പ്ലീസ്. അങ്ങ് സംസാരിച്ചോ. സാർ, ഇതാണോ നീതി? നിങ്ങൾ അവിടെ ഇരുന്നോന്ന് ഇഗ്നോർ ചെയ്ത് സംസാരിച്ചു പോയിക്കോട്ടെ. യെസ്, അങ്ങ് സംസാരിച്ചോ. അവരെ ഇഗ്നോർ ചെയ്തോ. യെസ്, അവിടെ ഇരിക്കെ. യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ് സാർ, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി.